മായ മൗഷ്മി, വിചിത്രമായ പേര്. 2000-ന്റെ തുടക്കത്തിൽ 10 വർഷം മലയാള സിനിമകളിലും ടിവി പരമ്പരകളിലും സജീവ സാന്നിധ്യമായിരുന്നു മായ. ഡാനി, രൗദ്രം, ബാബ കല്യാണി, പുലിവാൽ കല്യാണം, സ്വയംവരപ്പന്തൽ, കോളേജ് കുമാരൻ, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ഉൾപ്പെടെ 25-ഓളം സിനിമകളിലും 40-ലേറെ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ശാലീന സുന്ദരമായ മുഖമായിരുന്നു മൗഷ്മിയുടെ പ്രാഥമികമായ ആകർഷണം. ഒരു നടി എന്നതിലുപരി 80കളിൽ നാട്ടിൻപുറത്തെങ്ങോ കണ്ടുമറന്ന ഒരു മലയാളിക്കുട്ടിയുടെ രൂപഭാവങ്ങൾ അവരെ പ്രേക്ഷകരിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. നല്ല ഒതുക്കമുള്ള ഭാവചലനങ്ങളും അഭിനയരീതിയും. പിന്നീട് എപ്പോഴോ ആ മുഖം അധികം കാണാതായി. ഏതോ ഒരു ഘട്ടത്തിൽ തീർത്തും മാഞ്ഞു പോയതുപോലെ. ഇത് പറയുമ്പോൾ അവർ അഭിനയരംഗം വിട്ടു എന്ന് അർത്ഥമില്ല. ഇപ്പോഴും അപൂർവം ചില പരമ്പരകളിലെങ്കിലും മായയുടെ സാന്നിധ്യമുണ്ട്. എന്നാലും മായയുടെ കരിയറിൽ നീണ്ട ഇടവേളകൾ പതിവായിരുന്നു. അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, വ്യക്തിപരമായ കാരണങ്ങളാൽ അവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. തിരുവനന്തപുരം സ്വദേശിയാണ് മായ. മൗഷ്മി എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും നോർത്ത് ഇന്ത്യന് ബന്ധമുണ്ടോയെന്ന് സംശയിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. മൂത്ത സഹോദരന് മനോജ് എന്നും മകൾക്ക് മായ എന്നും പേരിട്ടപ്പോൾ അതിലൊരു വ്യത്യസ്ത ഇരിക്കട്ടെ എന്നാഗ്രഹിച്ച മാതാപിതാക്കൾ കണ്ടുപിടിച്ച വാക്കാണ് മൗഷ്മി. ബാംഗാളി നടി മൗഷ്മി ചാറ്റർജിയുടെ പേരാണ് അതിന് പ്രചോദനമായത്. അച്ഛന് G.R. നാഥ് നേവിയിലായിരുന്നതിനാൽ മായ ജനിച്ചത് ആൻഡമാനിലാണ്. കൊച്ചിയിലും വിശാഖപട്ടണത്തും കോയമ്പത്തൂരിലും തിരുവനന്തപുരത്തുമായിട്ടാണ് പഠനകാലം. മായയ്ക്ക് 15 വയസ്സുള്ളപ്പോഴാണ് നാട്ടിൽ വരുന്നത്. ആ സമയത്ത് അച്ഛന് നേവിയിൽ നിന്ന് V.R.S. എടുത്തു പോന്നു. പഠിക്കുന്ന കാലത്ത് ചിലർ പ്രേമലേഖനങ്ങളൊക്കെ കൊടുത്തിരുന്നു. ആൻഡമാനിൽ ജനിച്ചു വളർന്ന മായയ്ക്ക് മലയാളം വായിക്കാൻ അറിയില്ല. നേരെ അമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കും. ഇത് വായിച്ച് മറുപടി ഞാൻ കൊടുത്തോളാമെന്ന് അമ്മ പറയും. ഏതായാലും സംപ്രായക്കാരായ പെൺകുട്ടികളെ പോലെ പ്രണയക്കുരുക്കിലൊന്നും മായ ചെന്നുപെട്ടില്ല. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞയുടന് വിവാഹം കഴിച്ച് അയച്ചു. ആ സമയത്ത് വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഒരുപാട് വൈകുമെന്ന് ഏതോ ജ്യോത്സ്യന് വീട്ടുകാരെ പറഞ്ഞ് ഭയപ്പെടുത്തി. അങ്ങനെ പക്വതയെത്തും മുൻപേ കുടുംബിനിയായി. ഭർത്താവ് അന്ന് വിദേശത്തായിരുന്നു. വിവാഹത്തിന് മുൻപേ അഭിനയത്തോട് മമത തോന്നിത്തുടങ്ങിയിരുന്നു. സ്ക്രീനിൽ നടികൾ പല കഥാപാത്രങ്ങളായി വരുമ്പോൾ മായ ആലോചിക്കും, ജീവിതത്തിൽ ഒരാൾക്ക് ഒരു ജോലിയെ ചെയ്യാൻ സാധിക്കൂ. സിനിമയിൽ എത്രയെത്ര ജോലികളാണ് ഇവർ ചെയ്യുന്നത്. ഒരു പടത്തിൽ ഡോക്ടർ, അടുത്തതിൽ എഞ്ചിനീയർ, വേറൊന്നിൽ കളക്ടർ. മാത്രമല്ല ഓരോ സീനിലും പുതിയ പുതിയ ഡ്രസ്സുകളും ചെരുപ്പുകളും ആഭരണങ്ങളും ധരിക്കുന്നു. ആകെ കൂടി ഒരു മായിക പ്രപഞ്ചം. ദേവാലയം സീരിയലിലേക്ക് ഒരു പുതിയ പെൺകുട്ടിയെ തിരയുന്ന സമയം. യാദൃച്ഛികമായി മായയെ കണ്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്ഷന് കന്ത്രയാളർ സതീഷാണ് പേര് നിർദ്ദേശിക്കുന്നത്. സംവിധായകന് ഒകെ പറഞ്ഞതോടെ മായ മൗഷ്മി എന്ന താരം ജനിച്ചു. അപ്പോഴും ഒരു നിർഭാഗ്യം തലപൊക്കി. സാങ്കേതിക കാരണങ്ങളാൽ ആദ്യ സീരിയൽ വെളിച്ചം കണ്ടില്ല. പക്ഷേ അതിന്റെ PR നല്ല പരസ്യം നൽകിയിരുന്നു. അന്നത്തെ അറിയപ്പെടുന്ന മാഗസിനുകളിലൊക്കെ ഇങ്ങനെയൊരു കുട്ടി അഭിനയിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോസും റൈറ്റപ്സും വന്നു. അതുകണ്ട് മായയ്ക്ക് ധാരാളം ഓഫറുകൾ ലഭിച്ചു. മകന് 2.25 വയസ്സുള്ളപ്പോഴാണ് അഭിനയത്തിലേക്ക് വരുന്നത്. അന്ന് 3 ഷിഫ്റ്റുകളിലൊക്കെ അഭിനയിക്കുമായിരുന്നു. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള ഓട്ടം. മോന്റെ കാര്യങ്ങൾ നന്നായി നോക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പലപ്പോഴും വിഷമം തോന്നി. പകിട പകിട പമ്പരം പോലുള്ള അന്നത്തെ ഹിറ്റ് സീരിയലുകളിൽ പ്രധാന വേഷമായിരുന്നു. അക്കാലത്ത് ഒരേ സമയം 8 സീരിയലുകളിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്.